നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കൂരായണ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് തിരുവനന്തപുരം MP ശശി തരൂരിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ. ആമയിഴഞ്ചാൻ തോട് അപകടത്തിന് ശേഷം സ്ഥലത്തെത്താതിരുന്ന MPക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശശി തരൂർ. എന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. അപകടം നടക്കുമ്പോഴും ശേഷം മൃതദേഹം കിട്ടുമ്പോഴും 2 പോസ്റ്റ് ഇട്ടില്ലേ ഫേസ്ബുക്കിൽ? ഇതിൽ കൂടുതൽ ഒരു MP എന്ത് ചെയ്യാൻ? തന്നെണ്ണ തന്നെ ഭാരിച്ച പണി തന്നെയാണ് MP ചെയ്തത്. 2 പോസ്റ്റ്, അതും ഒരു MP. ഞാൻ അവിടെ ഉണ്ടായിട്ട് എന്താണ് കാര്യം എന്നും കൂട്ടിച്ചേർത്തു ഈ മഹാനായ വിശ്വപൗരൻ. അത് സത്യം. ഒന്നിനും കൊള്ളില്ല എന്ന് തുറന്നു പറയുന്ന MP തിരുവനന്തപുരംകാരുടെ മഹാഭാഗ്യം. എന്നിട്ടും തന്നെ ജയിപ്പിച്ച ജനം കഴുതകളാണെന്ന് പറയാതെ പറഞ്ഞതാണോ ബഹുമാനപ്പെട്ട MP? ഒരു MPയുടെ ഉത്തരവാദിത്തമല്ല ഇതൊന്നും. അപകടത്തിൽ നഗരസഭയ്ക്കും റെയിൽവേക്കും പങ്കുണ്ട്. MP എന്ന നിലയിൽ തനിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എനിക്കൊരു അവകാശവുമില്ല. താൻ ആ സമയത്ത് വയനാട്ടിലായിരുന്നു. പിറ്റേന്ന് KPCCയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതാണ് വരാൻ പറ്റാതിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്തിയേനെ. 365 ദിവസവും ഇവിടെ ഉണ്ടാകാൻ സാധിക്കില്ലല്ലോ. ഓരോ ആവശ്യങ്ങൾ വരുമല്ലോ എന്നും ശശി തരൂർ ചോദിച്ചു. MPയുടെ സാന്നിധ്യം ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരോട് തന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പറഞ്ഞു തരാനും തരൂർ ആവശ്യപ്പെട്ടു. ജയിച്ച MP ആയല്ലോ, ഇനി പോയി പണി നോക്കാൻ പറ തിരുവനന്തപുരംകാരോട് എന്ന സംശയം ആർക്കേലും തോന്നിയാൽ അതൊരു തെറ്റല്ല. എന്തായാലും ശശി തരൂരിന്റെ വാക്കുകൾ വൻ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2 പോസ്റ്റ് കൂടിപ്പോയി, പാഴിനെ ജയിപ്പിച്ചവർ അനുഭവിക്കട്ടെ എന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. എന്നാൽ ആമയിഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിലെ മറു നടപടി ജോയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തോട് വൃത്തിയാക്കുന്നതിന് സാങ്കേതിക വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല. അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടെ ഈ അവസരത്തിൽ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത്. ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നത് വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രമാണ്. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറു നടപടി ഉണ്ടാകണം. അന്തിമമായ സാങ്കേതിക അംഗീകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ പരിണിത ഫലം അറിഞ്ഞിട്ട് ജോയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.